അവർക്കുള്ള ഹൃദയം ചെറുപ്പമിൽ വെറും പാത്രമാ, നിറക്കുന്നതേതൊന്നും അതിൽ സ്വീകാര്യമാ. ഒഴിവുള്ള പാത്രം സ്വീകരിക്കും പാല്, അതുപോലെ സ്വീകരിക്കുന്നതാണത് കീല്. നിറക്കുന്നതേതാണോ അതാ വമിക്കുന്നത്, വിതക്കുന്നതേതാണോ അതാ കൊയ്യുന്നത്. കൊത്തുന്ന ചിത്രം ആദ്യം ഏതാണോ അതാ പതിയുന്നതെന്ന് നീ ആദ്യമേ അറിയേണ്ടതാ. നന്നായിരുന്നാൽ ലാഭമാ നിനക്കെന്നും, അല്ലാതിരുന്നാൽ ഭാരമാ പിന്നെന്നും. നീ അമിതമായി കൊടുക്കല്ല ഭക്ഷണമൊന്നും, പരിശീലനം അതിലായിരിക്കണമെന്നും. ബുദ്ധിക്ക് വികസനമുള്ളതാണത് കൊണ്ട്, രോഗങ്ങളും കടക്കുന്നതിൽ കുറവുണ്ട്. കൽബിന് നല്ല തെളിച്ചമാ ലഭിക്കുന്നത്, ഹൃദയസ്ഥമാക്കാനും അതാണുതകുന്നത്. തിന്നാൻ കിടാങ്ങൾക്കെപ്പോഴും ആവേശമാ, അത് ശൈശവത്തിൽ സഹജമായ സ്വഭാവമാ. അതുകൊണ്ടതിൻ്റെ ആദാബുകൾ തന്നാദ്യമേ പഠിപ്പിക്കണേ, എന്നാലുടൻ ശീലിക്കുമേ. തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ബിസ്മില്ലാ, വിരമിച്ചു കണ്ടാൽ പിന്നെ അൽഹംദുലില്ലാഹ്. ഇതുപോലെ 27 അതിനുണ്ടതബുകൾ, 45 എണ്ണിയാൽ മക്റൂഹുകൾ. ഇവയൊക്കെയും വഴി പോലെ നീ പഠിപ്പിക്കണം, നടത്തുന്നതും അപ്പാതയിൽ തന്നാകണം. പകൽ സമയമിൽ ഉറങ്ങുന്നതും നീ തടയണം, അലസതയവർക്കത് കൊണ്ടുവരുമെന്നറിയണം. സഹപാഠിമാരിൽ നിന്നവർ തന്ത്രത്തിലായി എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നതായി കണ്ടാൽ അതിൽ നിന്നവരെ നീ തടയേണ്ടതാ. ഉപദേശമായവരോടുടൻ പറയേണ്ടതാ. കൊടുക്കുന്നവർക്കാണ് എപ്പോഴും നല്ല അന്തസ്, വാങ്ങുന്നവർക്കെന്തുണ്ട് പറയാൻ അഡ്രസ്. കൊടുക്കുന്ന കൈയെല്ലാവരും ഇഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ കടാക്ഷവും ചൊരിക്കപ്പെടും. അതുകൊണ്ട് മേലിലൊരിക്കലും ഇതുപോലെ ചെയ്യാതിരിക്കുന്നോദണം വഴി പോലെ. ധനവാന്റെ മക്കൾ എന്നു കണ്ടാലിങ്ങന, അല്ലാത്തവർക്കൊരു പ്ലേറ്റ് മാറ്റണം അങ്ങന. മനുഷ്യത്വമല്ലതൊരിക്കലും ത്യജിക്കേണ്ടതാ, ഇളമത്തരം കാട്ടുന്ന പട്ടിക്കുള്ളതാ. എല്ലിന്ന് വാലാട്ടുന്ന കണ്ടാട്ടുന്നതാ, അതുപോലെ നിന്നെ ജനങ്ങളിട്ടാട്ടുന്നതാ. ഇതുപോലെയുള്ള ദുരാഗ്രഹം ഒരു കാലവും കാട്ടാതിരിക്കുന്നോദണം ആ സാധുവും. സദസ്സിൻ്റെ അദബും മക്കളോടുണർത്തേണ്ടതാ, അതിനിടയിൽ കയറി നടക്കലും തടയേണ്ടതാ. തുപ്പുന്നതും അതുപോലെ മൂക്കള പിഴിയലും ഒഴിക്കേണ്ടതാണ് അന്യൻ്റെ മുന്നിലിരിക്കലും. കാലിൻ്റെ മീതെ കാലു വെച്ചിരിക്കുന്നതും വെറുക്കേണ്ടതാ, താടിക്ക് കൈ കൊടുക്കുന്നതും.